അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫുഡ് ഓൺ ക്യാം. ഇന്ന് ഒരു അടിപൊളി അറബിക് ഡെസേർട്ടാണ് തയ്യാറാക്കുന്നത്. ഈജിപ്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ഡെസേർട്ടുകളിലൊന്നായ ഉമ്മുഅലി. ഇതൊരു ബ്രെഡ് പുഡിംഗ് ആണ്. ഇത് ചൂടോടു കൂടിയും അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും നമുക്ക് സെർവ് ചെയ്യാം. പുഡിംഗ് ഇഷ്ടമാവുന്ന എല്ലാവർക്കും തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഉമ്മുഅലി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഇവിടെ 2 കപ്പ് ഫുൾ ഫാറ്റ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ക്രോസൻറ്റ് 3 പീസസ് എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് 6 to 7 പീസസ് ബ്രെഡും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. ബദാം, പിസ്ത, കാഷ്യൂ, ഡ്രൈ കോക്കനട്ട് എടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമില്ല. മധുരത്തിന് വേണ്ടി ഇവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ വാനില എസൻസ്, 150 ml കുക്കിംഗ് ക്രീം, പിന്നെ ഒരു സ്മാൾ പീസ് സിന്നമൺ സ്റ്റിക്ക്. ആദ്യം നമുക്ക് ക്രോസൻ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഓവനിൽ വെച്ചോ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചോ ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ബ്രെഡ് ആണെങ്കിൽ ചൂടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഈ ക്രോസൻ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചൂടാക്കിയെടുക്കുന്നത്. ഇവിടെ ഓവനിൽ വെച്ചിട്ട് ചൂടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് പുഡിംഗ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലോട്ട് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇതുപോലെ ലെയർ ചെയ്ത് വെച്ച് കൊടുക്കണം. ആദ്യം ബ്രെഡ്, പിന്നെ നട്ട്സ്, അങ്ങനെ ലെയറായിട്ട് സെറ്റ് ചെയ്യണം. ഇവിടെ 2 ലെയറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് പാലൊന്ന് ചൂടാക്കിയെടുക്കാം. 2 കപ്പ് പാലിലോട്ട് സിന്നമൺ സ്റ്റിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇത് ചൂടാക്കിയെടുക്കുന്നത്. ഒന്ന് തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കാം. സിന്നമൺ സ്റ്റിക്ക് ഇതിൽ നിന്നും മാറ്റിയെടുക്കാം. ബ്രെഡാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു പിഞ്ച് സാൾട്ടും കൂടിയും ചേർത്ത് കൊടുക്കണം. ക്രോസൻറ്റിൽ ഓൾറെഡി സോൾട്ട് ഉള്ളത് കൊണ്ട് ഇവിടെ ചേർക്കുന്നില്ല. ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. ഇത് ചൂടോട് കൂടി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ബ്രെഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചധികം പാൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു 15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 15 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുക്കിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കണം. അതൊന്ന് റെഡിയാക്കി വെക്കാം. കുക്കിംഗ് ക്രീമിലോട്ട് മിൽക്ക് മെയ്ഡും 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ബ്രെഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നട്ട്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഡ്രൈ കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 150 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനിൽ 20 to 25 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം.
ഇപ്പോൾ നമ്മുടെ ഉമ്മുഅലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ കൂടി കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.